ഏറ്റുമാനൂർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 53ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നു. ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഷിക പൊതുയോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി എ.ബി. ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി കെ.എൻ. പ്രദീപ് കുമാർ വാർഷിക റിപ്പോർട്ടും ട്രഷറർ കെ.എൻ. സോമദാസൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ എൻ അരവിന്ദാക്ഷൻ നായർ പ്രസിഡന്റായും ജോസഫ് പോൾ, ബീന ഷാജി എന്നിവർ വൈസ് പ്രസിഡന്റായും കെ.എൻ. പ്രദീപ് കുമാർ സെക്രട്ടറി, എ.ബി. ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറി, ഭുവനചന്ദ്രൻ ഓഫീസ് സെക്രട്ടറി, കെ.എൻ. സോമദാസൻ ട്രഷററായുള്ള 21-അംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റ് ജോസഫ് പോൾ നന്ദി രേഖപ്പെടുത്തി. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് നമ്മൾ ഈ ഫൈനാൻസ് സൊസൈറ്റി തുടങ്ങാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മൾ ശ്രീ എസ് പി പിള്ള ഏറ്റുമാനൂർ ഒരു വലിയ മഹാനടനെ ഒന്ന് ആദരിക്കണമെന്ന് നമ്മുടെ ഇടയിലുള്ള ചില സഹൃദയരുടെ ചിന്താഗതിയാണ് ഇത്തരം ഫൈനാൻസ് സൊസൈറ്റി രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ അന്ന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അന്ന് നിരവധി നാടകങ്ങൾ അന്ന് 100 രൂപ വരെ കൊടുത്തു. അന്നത്തെ 100 രൂപ എന്ന് വെച്ചാൽ ഇന്നത്തെ ഏതാണ്ട് 10,000 രൂപ വരുന്ന 100 രൂപ വരെ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് പരിപാടികൾ അവതരിപ്പിക്കേണ്ട ബാധ്യസ്ഥരായ അവതരിപ്പിക്കുകയും അത് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ബാധ്യസ്ഥരുമായ നമ്മുടെ ആൾക്കാർക്ക് ഒരു ലളിതമായിട്ട് ചെലവിൽ നമ്മൾ ഈ പരിപാടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ ചെറുപ്പക്കാർ ഞാനിപ്പോഴും വെങ്കടേശൻ അമ്പിസ്വാമി എന്ന വെങ്കടേശൻ, എസ് വെങ്കടേശൻ, അതുപോലെ ശ്രീനിവാസനൊക്കെ ഞാനിപ്പോഴും ഐ4 ന്യൂസ് ഏറ്റുമാനൂർ.